പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന മുഖങ്ങൾ അതൊക്കെയാണ്. ഓഫ് കോഴ്സ് ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ അഫ്രീദി ഇവരൊക്കെയാണ് അല്ലേ. എന്നാൽ T20 ഇനി അവരെ കാണാൻ സാധിക്കും തോന്നുന്നില്ല കേട്ടോ. അവർ വിരമിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അവിടുത്തെ കുറേ രാഷ്ട്രീയ പരിപാടികളുണ്ടല്ലോ. അവിടെ ക്രിക്കറ്റ് എന്ന് പറയുമ്പം ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ അവിടുത്തെ ക്രിക്കറ്റിലെ രാഷ്ട്രീയമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ തമ്മിലുള്ള അടിയും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മിക്കവാറും ഇവരെ ഇനി അറ്റ്ലീസ്റ്റ് T20 കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഏറ്റവും പുതിയതായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരെയുള്ള T20 സീരീസിനുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇവർ 3 പേരും ഇല്ല. അതെന്താ ഇവരൊന്നും ഇല്ലാത്തതെന്നൊരു ചോദ്യം PCB ചെയർമാൻ്റെ ഉപദേഷ്ടാവും ബോർഡ് സിഇഒയുമായ സുമൈർ അഹമ്മദ് അമീർ മിറിനോട് പത്രസമ്മേളനത്തിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇതാണ് T20 ടീം. അതായത് ഇപ്പോൾ സൽമാൻ ആഗയുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ടീമാണ് ഒറിജിനൽ T20 ടീം. അടുത്ത വർഷം നടക്കുന്ന T20 വേൾഡ് കപ്പിലും ഇത് തന്നെയായിരിക്കും ടീം. നിങ്ങൾ പറയുന്ന താരങ്ങൾ, അതായത് ബാബർ അസം, മുഹമ്മദ് റിസ്വാൻ, ഷഹീൻ അഫ്രീദി സാധാരണയായി ഏകദിന ടീമിലുണ്ടായേക്കാം. ഏകദിന ടീം പുറത്തിറങ്ങുമ്പോൾ ആരൊക്കെ ഉണ്ടെന്നും ഇല്ലെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് വലിയ ഉറപ്പൊന്നും ഇല്ലാന്ന് അർത്ഥം. നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായേക്കാന്നേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ എന്നാണ് ഈ PCBയുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള മറുപടി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇങ്ങനെ ഇതിനു മുമ്പും ഇഷ്ടംപോലെ പ്രമുഖ താരങ്ങളൊക്കെ നിന്ന നിപ്പിന് മറിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ബാബർ അസമൊക്കെ വലിയ റെക്കോർഡുകൾ തകർക്കാൻ പോവുകയാണ്. സച്ചിൻ്റെ വന്ന റെക്കോർഡുകൾ ഇവിടെ താഴെ വീട് പോകുന്നത്. കാരണം അതുപോലെ സെഞ്ചുറിയും വരി സമ്പാദിച്ച് ബാബേനോടും മറ്റോടൊക്കെയാണ് അടിച്ചതെങ്കിൽ പോലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 1-2 വർഷമായിട്ട് ഡൗൺ ഫാളിലേക്കാണ്. അതിൻ്റെ മേലെ പാകിസ്ഥാൻ പൊളിറ്റിക്സ് തീർന്നു.